ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ് എന്ന പേരിലുള്ള ഒരു കമ്പനിയാണ് ഇതിന്റെ ഉടമസ്ഥത വഹിക്കുന്നത്. ആ കമ്പനി സാധാരണക്കാരുടെ വിയർപ്പിന്റെ ഗന്ധമുള്ള ഷെയറുകൾ ഉൾക്കൊള്ളുന്ന ഒരു കമ്പനിയാണ്. തീർച്ചയായും ആ ഷെയർ ഉടമകളോട് ഈ കമ്പനിക്ക് വലിയ കടപ്പാടുണ്ട്. മീഡിയ വൺ TV മന്ദിരത്തിന്റെ രൂപരേഖ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി പ്രകാശനം ചെയ്യുന്നു. ദൃശ്യ മാധ്യമ രംഗത്തെ മീഡിയ വൺ TV ഒരു മുതൽക്കൂട്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ആയി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മീഡിയ വൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ 3ഓ 4ഓ സ്ഥാനത്ത് നിൽക്കേണ്ടവരല്ല. ആ മീഡിയ വൺ എന്ന സ്ഥാനത്തേക്ക് തന്നെ ഉയരാൻ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിക്കുന്നു. നാളെ മുതൽ ഈ നിമിഷം വരെ നിങ്ങൾക്ക് ആശംസ നേരുന്ന ഞങ്ങൾ, മുഖ്യമന്ത്രി അടക്കം, നാളെ മുതൽ നിങ്ങളുടെ ഉൽപ്പന്നമായി മാറുന്ന രാഷ്ട്രീയ വ്യക്തികളാണ്. മലയാള ടെലിവിഷൻ ചരിത്രത്തിലെ തന്നെ നിർണായകമായ ഒരു മുഹൂർത്തം. മീഡിയ വൺ TVയുടെ അടയാളത്തെ മലയാളിയുടെ കാഴ്ചയുടെ അനേകം ആകാശങ്ങളിലേക്ക് തുറന്നുവിടാൻ പ്രവാസികാര്യമന്ത്രിയും മലയാളികളുടെ പ്രിയ നേതാവുമായ ശ്രീ വയലാർ രവിയെ ക്ഷണിക്കുന്നു. അക്ഷരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്ന്, അല്ലെങ്കിൽ വൺ എന്ന ആദ്യ അക്കം, കേരളത്തിൻ്റെ ബഹുസ്വരതയുടെ ഏകത്വം സൂചിപ്പിക്കുന്നതാണ് അത്. നാനാത്വത്തിലുള്ള ഏകത്വം. എല്ലാ തരത്തിലും ഒന്നാമത്. മാധ്യമങ്ങളിൽ ഒന്നാമത്, ആശയങ്ങളിലും കർമ്മങ്ങളിലും ഒന്നാമത്. പച്ചപ്പ് നിറഞ്ഞ കേരളത്തിൻ്റെ നിറത്തിൻ്റെ പ്രതിഫലനം ആ ചിഹ്നത്തിലുണ്ട്. പ്രകൃതി സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകം കൂടിയാണ് ആ ഹരിതവർണം. എല്ലാ മേഖലകളിലും കേരളത്തിനുള്ള സൗവർണ ശോഭയുടെ പ്രതീകമാണ് ഈ പൊൻതിളക്കം. കായലുകളും പുഴകളും നിറഞ്ഞ, കടൽ അതിരിടുന്ന കേരളത്തിൻ്റെ നിതാന്തമായ അലയൊഴുക്കുകളെ സൂചിപ്പിക്കുന്നതാണ് ആ ലോഗോയിലെ ജലരാശി. കേരളമെന്ന ചെറിയ ദേശത്തെ ജനതയുടെ പ്രവാസ നിവാസങ്ങളുടെ സൂചന കൂടിയാണ് അത്. മാധ്യമം, പത്രത്തിന് എങ്ങനെ നമ്മുടെ മലയാളി സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിഞ്ഞുവോ, എങ്ങനെ അറിയാത്ത കേൾക്കാത്ത കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞുവോ, അതുപോലെ നമ്മുടെ മലയാളി മനസ്സിലേക്ക് കടന്നെത്താൻ കഴിയുന്ന ഒരു വലിയ സ്ഥാപനമായും സംഭവമായും ഒരു വാചകവീതിയായും ചിന്താസരണിയായും നമ്മളിലേക്ക് എത്തിച്ചേരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ലോഗോ പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞതിലുള്ള അഭിമാനവും സന്തോഷവും രേഖപ്പെടുത്തുന്നു. നന്ദി. ജയ്. ഈയിടെ ഒരാൾ എന്നോട് ചോദിച്ചു, ഈ ലോകം എങ്ങനെയാണ് ഇത്ര മോശമായത്, നമ്മൾ എന്താ അതിന് ചെയ്യുക എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ ലോകം ഇങ്ങനെയൊക്കെ ആക്കിയത് നിങ്ങളോ ഞാനോ അല്ലല്ലോ, പടച്ചതമ്പുരാനാണല്ലോ.
അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അതിനൊരു വഴിയും കണ്ടിട്ടുണ്ടാവും. ആ വഴി എന്താണെന്ന് നമ്മൾ അന്വേഷിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ലോകം നന്നാക്കാനുള്ള വഴി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് പേരാണ് ഇങ്ങനെ ഒരു ചാനലിൻ്റെ പിന്നിലുള്ളത് എന്നുള്ളത് കൊണ്ട് നമുക്ക് ലോകം നന്നായി കിട്ടും എന്ന് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഇതിൻ്റെ ഭാവി എന്തായിരിക്കാം, ഇതെങ്ങനെ ഇരിക്കും? സംശയിക്കേണ്ട, ഇതിൻ്റെ ഭാവി നന്നായിരിക്കും. കാരണം ചെറുപ്പക്കാരുടെ കയ്യിലാണ്. ഒരുപാട് ഊർജമുള്ള, ഒരുപാട് ഉത്സാഹമുള്ള ആളുകൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. എവിടെയൊക്കെയാണോ ഉത്സാഹമുള്ളത്, എവിടെയാണോ ഊർജമുള്ളത്, എവിടെയാണോ അർപ്പണബോധമുള്ളത്, അവിടെയൊക്കെ വിജയമുണ്ട് എന്നുള്ളതിന് ഒരു സംശയവും